Hello everyone, welcome back to my channel Realm of Games. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ട്രോഫി. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഗെസ്സിംഗ് 10 എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ഏകദേശം സിമിലർ ആണ്. പക്ഷെ ഒരു GK എക്സ്പേർട്ട് ആവണമെന്നില്ല ഈ ഗെയിം കളിക്കാനായിട്ട്. കൂടാതെ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗെയിമിൽ ഒരു പ്ലെയർ ജഡ്ജ് ആകും, എന്നിട്ട് കാർഡിലെ ക്വസ്റ്റ്യൻ വായിക്കും. മറ്റുള്ള പ്ലെയേഴ്സ് ഒരു ലെറ്റർ കാണും, എന്നിട്ട് ആ ലെറ്റർ യൂസ് ചെയ്ത് കാറ്റഗറിയിൽ യോജിക്കുന്നതും ആ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് പറയും. ആരാണോ പെട്ടെന്ന് ആൻസർ പറയുന്നത് അവർക്ക് കാർഡ് കിട്ടും. കൂടാതെ ആരാണോ ഏറ്റവും കൂടുതൽ കാർഡ്സ് കളക്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും ഫൈനലി ട്രോഫി കിട്ടുക. ഗെയിം കാർഡിൽ 2 സൈഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഉള്ളത്, മറ്റേ സൈഡ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ഉള്ളത്. കാർഡ്സ് നല്ലോണം ഷഫിൾ ചെയ്തിട്ട് ലെറ്റർ സൈഡ് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. ഇനി പാർട്ടിസിപ്പേഷൻ ട്രോഫി കാർഡ് ഇതിന്റെ മുകളിലായിട്ട് വെക്കുക. ജഡ്ജ് ആകുന്ന പ്ലെയർ ഡെക്ക് ഫ്ലിപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ സൈഡ് കാണണം. അപ്പോൾ പ്ലെയേഴ്സിന് ട്രോഫി കാർഡ് മാത്രമേ കാണൂ. ക്വസ്റ്റ്യൻ സൈഡ് കാണുന്ന മുകളിലെ കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് പിറകി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ലെറ്റർ കാർഡ് പ്ലെയേഴ്സിന് കാണാൻ പറ്റും. അതുകൂടാതെ ക്വസ്റ്റ്യൻ്റെ സൈഡ് ജഡ്ജിന് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ലെറ്റർ സൈഡും ക്വസ്റ്റ്യൻ സൈഡും ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി ഞാൻ 2 കാർഡ്സും ഒരുമിച്ച് അടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കളിക്കുന്ന സമയത്ത് എപ്പോഴും ഓർക്കുക, ലെറ്റർ കാർഡ് എപ്പോഴും പിറകിലാണ് വരേണ്ടത്. അതായത് പ്ലെയേഴ്സിന് കാണുന്ന വിധം, പിന്നെ ക്വസ്റ്റ്യൻ സൈഡ് ജഡ്ജിന് കാണുന്ന വിധം. ജഡ്ജ് ടോപ്പ് കാർഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വായിക്കും. ഈ കാർഡിൽ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ എന്ന കളറിൽ S തുടങ്ങുന്ന ഒരു വേർഡ് പറയണം. അങ്ങനെ പ്ലെയേഴ്സ് ആൻസേഴ്സ് ഉറക്കെ വിളിച്ചു പറയും. ഏത് പ്ലെയർ ആണോ കറക്റ്റ് കാറ്റഗറിയും ലെറ്ററും അനുസരിച്ച് ആൻസർ പറയുന്നത് അവർക്ക് കാർഡ് കിട്ടും. ഇവിടെ പ്ലെയർ 2 ആണ് ഫസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത്. ഇനി അടുത്ത കാർഡിലോട്ട് പോകുന്നതിന് വേണ്ടി ഇപ്പം ക്വസ്റ്റ്യൻ വായിച്ച കാർഡ് തിരിച്ചു വെക്കുക. അതിൽ ലെറ്റർ യൂസ് ചെയ്താണ് ഇനി പ്ലെയേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയേണ്ടത്. ഇങ്ങനെ കളി തുടരുക. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കറക്റ്റ് ആൻസർ പറയുന്ന പ്ലെയറിന് കൊടുക്കേണ്ട കാർഡ് എന്ന് പറഞ്ഞാൽ ലെറ്റർ കാർഡ് ആയിരിക്കണം, അല്ലാതെ ക്വസ്റ്റ്യൻ വായിച്ച കാർഡല്ല കൊടുക്കേണ്ടത്. ഇങ്ങനെ കാർഡ്സ് തീരുന്നവരെ കളി തുടരുക. ഇപ്പം നമ്മൾ കളിച്ച് ഒരു കാർഡ് മാത്രമാണ് കയ്യിലുള്ളത്.
ഒരു കാർഡ് മാത്രം ഉള്ളതുകൊണ്ട് ആ സെയിം കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലെറ്ററും കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി സിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യനോട് യൂസ് ചെയ്തുകൊണ്ട് റിമൈനിങ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യനാണ് ഇനി അടുത്ത് യൂസ് ചെയ്യേണ്ടത്. മാക്സിമം കാർഡ്സ് കിട്ടിയിട്ടില്ലെങ്കിലും നല്ലോണം കളിച്ച പ്ലെയറിനായിരിക്കും നമ്മൾ പാർട്ടിസിപ്പേഷൻ ട്രോഫി കാർഡ് കൊടുക്കുക. ഏറ്റവും കൂടുതൽ കാർഡ്സ് കളക്ട് ചെയ്ത പ്ലെയർ ആയിരിക്കും ഈ ഗെയിമിലെ വിന്നർ. ആ പ്ലെയറിനായിരിക്കും നമ്മൾ ഈ മെറ്റൽ ട്രോഫി സമ്മാനിക്കുന്നത്. കാർഡിൽ പല കളേഴ്സിലാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. ഇത് ഡിഫിക്കൽട്ടി ലെവൽ ബേസ്ഡ് അല്ല, നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ട്രോഫി കാർഡ് വഴി ഏതൊക്കെ കാർഡ്സ് ആണ് നമ്മൾ കവർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പിറകെ വെക്കുന്ന കാർഡ്സ് എല്ലാം ഓടി കവർ ചെയ്താണ്. അവസാനത്തെ കാർഡ് ഒഴികെ ഓരോ റൗണ്ടിലും ലെറ്ററിലുള്ള കാർഡിൽ നിന്ന് തന്നെ കാറ്റഗറി വായിക്കാതിരിക്കുക. ഇത് കളി പുതുമയോടെ തുടരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് ട്രോഫി എന്ന് പറയുന്ന ഗെയിം. ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിന് ഗെയിം ബോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ചെറിയ സൈസിനകത്തും നല്ല ക്വാളിറ്റിനകത്തായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. കൂടാതെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും കളിക്കാൻ പറ്റും. അതായത് സെയിം കാർഡ് യൂസ് ചെയ്തിട്ടല്ല ലെറ്ററും കാറ്റഗറിയും നമ്മൾ വായിക്കുന്നത്. കൂടാതെ ആൻസേഴ്സ് സ്പെസിഫിക് അല്ല, ഗെസ് ഇൻ 10 പോലെ. അപ്പോൾ ഓരോ സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ആൻസേഴ്സും ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ ഫാമിലി ഫ്രണ്ട്സിനിടയിൽ ഒരു നല്ല ഗെയിമായിട്ട് ഞാൻ ഇതിനെ സജസ്റ്റ് ചെയ്യും. If you found this video useful, please don't forget to show some love through liking, sharing and subscribing to my channel for more fun games. Happy gaming folks, goodbye.